ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക്ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾക്ക് എഗ്ഗ് കൊണ്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 3 ടേബിൾ സ്പൂൺ തക്കാളി കുരുകളഞ്ഞ് ചെറുതായി അരിഞ്ഞത്, 2.5 ടേബിൾ സ്പൂൺ ചീര അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം, 1 ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം ഒന്ന് നമുക്ക് ചെറുതായി വഴറ്റിയെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ചെറിയൊരു ക്യൂബ് ബട്ടർ ആഡ് ചെയ്യുക. ഇത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം. ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് 1 മിനിറ്റ് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വെജിറ്റബിൾസ് ഒരുപാട് വെന്തു പോകേണ്ട, കാരണം ഇത് വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. ഒന്ന് വാടി വന്നതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇതിനു മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ ചീസ് സ്ലൈസ് വെച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ലെയർ ആയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് താഴ്ത്തി കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയറും ഇതുപോലെ വെച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യുന്നത്. ഓരോ അവൻ അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസമുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എഗ്ഗ് ആയതുകൊണ്ട് പെട്ടെന്ന് സൈഡ് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ എഗ് ഫ്രിട്ടാട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയും ഈവനിങ് സ്നാക്കായും കഴിക്കാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. For more videos, please subscribe to our channel and follow us on Instagram at the Cooktop Stories.